EV കാർസ്, സോളാർസ് അതിനൊക്കെ 40% ഡിപ്രീസിയേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു എലിജിബിൾ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാനും പറ്റും. താങ്കളുടെ മുന്നിൽ ഒരു ബിസിനസ് ഓണർ വന്നിരിക്കുകയാണ്, പറയാണ് ഞാൻ ഈ പെട്രോൾ കാർ എടുക്കണോ EV കാർ എടുക്കണോ ചോദിച്ചാൽ ഏതാവും സജസ്റ്റ് ചെയ്യുന്നത്? ഞാൻ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ പറയാം EV കാർ സെലക്ട് ചെയ്യാനാ പറയാം. എന്താവും അതിന്റെ കാര്യം? അതിൽ ഫസ്റ്റ് മേജർ ടാക്സേഷൻ പാർട്ട് പോകുന്നതിന് മുമ്പേ എൻവയോൺമെന്റൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഫ്യൂൽ പ്രൈസ് ഹൈക്ക് ആവുന്നുണ്ട്, പ്ലസ് നമ്മളെ എൻവയോൺമെന്റിന് വേണ്ടിയിട്ട് നല്ലതും EV ആണ് സജസ്റ്റ് ചെയ്യുക. ഇനി ടാക്സേഷൻ സൈഡും ഒരു ഓഡിറ്റർ സൈഡിലും ചിന്തിക്കുകയാണെങ്കിൽ EV പ്രൊമോട്ടിങ്ങിന് മാത്രമല്ല, അതിൻ്റെ EVൻ്റെ ഇമ്പോർട്ടൻസ് അറിയുന്നതുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് തന്നെ EV കാർസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൽ ഡിപ്രീസിയേഷൻ അതൊരു എലിജിബിൾ എക്സ്പെൻസ് ആണ്, വെയർ ആൻഡ് ടയർ. അപ്പോൾ ഈ EV കാർസ്, സോളാർസ് അതിനൊക്കെ 40% ഡിപ്രീസിയേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു എലിജിബിൾ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാനും പറ്റും. നമുക്ക് അത്രയും ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എലിജിബിലിറ്റി വന്നു. അതെ, അത് ശരിക്കും പുതിയൊരു അറിവാണ് കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ EV കാറിനെ കുറിച്ച് ഒരുപാട് നമ്മൾ കേൾക്കുന്നു, സോളാറിനെ കുറിച്ച് കേൾക്കുന്നു, പക്ഷെ അത് ഇങ്ങനെ ചെയ്താലുണ്ടാകുന്ന ബെനിഫിറ്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, അത് അറിയണമെന്നില്ല. അതെ. താങ്ക് യു സോ മച്ച്.